വേഗം നമ്മൾ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം എന്ന് പറഞ്ഞാൽ അപ്പം ഉണ്ടാക്കി, പിന്നെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കി. വേഗം തന്നെ ഭക്ഷണം കഴിച്ച് ഞങ്ങളിത് ഇറങ്ങുന്നത് എവിടേക്കാണെന്നറിയോ? എല്ലാവരും പോകുന്ന പോലെ തന്നെ എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ വീട്ടിലേക്ക് അല്ല ഡയറക്റ്റ് പോകണേ, എൻ്റെ അമ്മ വീട്ടിലേക്കാട്ടോ പോണത്. അവിടെ പ്രാവശ്യം എല്ലാവരും കൂടി കൂടാമെന്ന് പറഞ്ഞിട്ടായിരിക്കുന്നത്. അപ്പം ഞങ്ങളിതേ അമ്മ വീട്ടിലേക്ക് എത്താറായി. എന്താ പറയുക, അവിടെ ഇപ്രാവശ്യം ചാച്ചനൊക്കെ ഉണ്ട്. അത് കാരണം കൊണ്ട് എന്നാൽ അവിടെ എല്ലാവരും കൂടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേ നമ്മുടെ ജോർദാനെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ പൊന്നിക്ക് എൽദോസിനും വേറെ ഒന്നും വേണ്ട, ജോർദാനും ഒന്നും വേണ്ട. ഞാൻ പിന്നെ പതുക്കെ അടുക്കളയിലേക്കൊക്കെ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാവരും തിരക്ക് പണിയില്ല. അപ്പോൾ ദേ ബീഫ് കറിയൊക്കെ ആയി. ശരിക്കും എൻ്റെ വീട്ടിലൊക്കെ വയ്ക്കണം ബീഫ് കറീനെ ഞാൻ ശരിക്കും മിസ് ചെയ്യായിരുന്നു. നേരെ ഓപ്പോസിറ്റ് പോലെയാണ് ചേട്ടായുടെ വീട്ടിലൊക്കെ എല്ലാവരും വയ്ക്കുക. പിന്നെ ദേ ഇപ്രാവശ്യം ബിരിയാണിയാണ്. ചാച്ചനുണ്ടെങ്കിൽ എന്തെങ്കിലും ഇതേപോലെ സ്പെഷ്യലൊക്കെ ഉണ്ടാവും. പിന്നെ ദേ എനിക്ക് മുട്ട പുഴുങ്ങിയത് ഇഷ്ടമാണെന്ന് പറഞ്ഞത് കൊണ്ടാണോ എന്നറിയില്ല, മുട്ട പുഴുങ്ങിയതുണ്ട്. പിന്നെ ദേ സള്ളാസ് ഉണ്ട്, സാധാരണ പോലെ ചിക്കൻ കറി ഉണ്ട്. അപ്പോഴേക്കും ദേ മമ്മിയും അനിയത്തിയും അനിയനൊക്കെ വന്നു. പപ്പയ്ക്ക് വയ്യാണ്ടിരിക്കുന്നതുകൊണ്ട് പപ്പയ്ക്ക് വരാൻ പറ്റില്ലല്ലോ. പിന്നെ ദേ ചാച്ചനുണ്ടെങ്കിൽ പിന്നെ വേറെ ആർക്കും കുക്കിങ്ങിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഏറ്റെടുക്കണ്ട, എല്ലാം ചെയ്യണത് ചാച്ചൻ തന്നെയാണ്. ഇത്ര ഉണ്ടാക്കിയതൊക്കെ ചാച്ചൻ തന്നെയാണ് കേട്ടോ. പിന്നെ ദേ ഒരു ടീമിൻ്റെ കളി കണ്ട, ഇതായിരുന്നു വരുന്നവരെ ഇവരുടെ കളി. എനിക്ക് പിന്നെ അവനെ നോക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല, അവനെന്നെയും മൈൻഡ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. പിന്നെ ഒരു ഭംഗിക്കെന്നുള്ള രീതിക്കും ഒരു എന്താ പറയുക ഷോ എന്നുള്ള രീതിക്കും അവസാനം മല്ലിയിലിട്ട് ഞാൻ അവസാനിപ്പിച്ചു. നല്ല രസമായിരുന്നു. ചാച്ചൻ വയ്ക്കുന്ന എല്ലാം നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ അത് എല്ലാം എടുത്ത് നിരത്തി വെച്ചു. ഫുഡ് കഴിക്കാൻ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു, ബീഫും പോർക്കും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചാച്ചൻ വൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതപ്പോൾ എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ തന്നു കേട്ടോ. മുന്തിരി വൈനാണ്, ഒരുപാട് മധുരമൊന്നും ഉണ്ടായില്ല, എന്നാലും കുഴപ്പമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, എല്ലാവരും ഓരോ സിപ്പ് എടുത്തു. ആ ഒരു ഗ്ലാസ് ലാസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഓരോ സിപ്പ് എടുത്തു. അപ്പോൾ ഉണ്ടാക്കിയ ആൾ തന്നെ വിളമ്പുമ്പോഴാണ് അതിൻ്റെ ഒരു രസം എന്ന് പറഞ്ഞ പോലെ നല്ല ഭംഗിയായിട്ട് തന്നെ ചാച്ചൻ എല്ലാവർക്കും വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കലായി. അപ്പോൾ എന്താ പറയുക, എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുക എന്നുള്ളതൊരു ഇതല്ലേ. അപ്പോൾ ചാച്ചൻ അങ്ങനെ എപ്പോഴും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പുള്ളിക്ക് അങ്ങനത്തെ എന്താ പറയുക സിറ്റുവേഷൻസ് കിട്ടലും കുറവാണ്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ ഒരു ടേബിളിൽ കൊള്ളാവുന്ന എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. എന്നിട്ടും കുറേ നേരം ഇരുന്നും കിടന്നും ഒക്കെ വർത്താനം പറഞ്ഞ് പതുക്കെ അതേ വീട്ടിലേക്ക് പോകണം. ഇനി എൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ പപ്പയുടെ അടുത്തൊക്കെ ഒരു ചെറിയൊരു ക്രിസ്മസ് കൂടണ്ടേ. അപ്പോൾ എല്ലാവരോടും ടാറ്റ പറഞ്ഞതേ എൻ്റെ വീട്ടിലേക്ക് ഇറങ്ങി. അപ്പോൾ പോണ സമയത്ത് ലൈജു ഞങ്ങളുടെ കൂടെ വണ്ടി കയറി, ജോർദാൻ മമ്മിയുടെ കൂടെയും പോയിട്ടാണ്. അപ്പോൾ തിക്കി തിരക്കിയിരുന്ന് പോവാണ്. അതൊക്കെ ഒരു രസമല്ലേ. ഇനി എൻ്റെ വീട്ടിൽ പോയിട്ടുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.